അഭിഷേകമന്യ എന്ന വചന സന്ദേശം നമ്മൾ ഇയ്യോബിന്റെ പുസ്തകമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയ്യോബ് ഒരു ദൈവഭക്തനാണെന്നും ദോഷം തട്ടാത്തവനും നേരുള്ളവനാണെന്നും നീതിമാനാണെന്നൊക്കെ ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത്രയും വലിയ സാക്ഷ്യം ദൈവത്തിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. എന്നാൽ ഇയ്യോബിന്റെ കൂടെ സഹായിക്കുവാനും ശുശ്രൂഷിക്കുവാനും കൂടെ നടക്കുന്ന മനുഷ്യൻ എലീമാസിന്റെ സ്വഭാവം, പ്രവർത്തനമൊക്കെ നമുക്ക് വിലയിരുത്തുമ്പോൾ നല്ല ഒരു സുവിശേഷകൻ സുവിശേഷത്തിനു വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുവാൻ മടിയില്ലാതെ കടന്നു പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും രോഗമോ വേദനയോ പ്രയാസമോ ദുഃഖമോ കഷ്ടങ്ങളോ വരുമ്പോൾ കൂടത്തിലുള്ള മനുഷ്യർ എങ്ങനെയാണ് പെരുമാറുന്നത്? നമുക്ക് എലീമാസിനെ നോക്കുമ്പോൾ എലീമാസ് ഇയ്യോബിനെ കുറിച്ച് പറയുന്നത് നീ ഉപദേശിക്കുകയും നീ മറ്റുള്ളവരെ ബലപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയും നടത്തുകയൊക്കെ ചെയ്തിട്ട് നിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നീ എന്തിനാ ഇത്രയും വിഷാദിക്കുന്നത്? നീ എന്തിനാ ഇത്രത്തോളം ഭാരപ്പെടുന്നത് എന്ന് പറഞ്ഞ് കൂട്ടുദാസനായ എലീമാസ് ഇയ്യോബിനെ കുറ്റപ്പെടുത്തുന്നത് കാണാൻ കഴിയും. കുറ്റപ്പെടുത്തലെല്ലാം കഴിഞ്ഞ ശേഷം എലീമാസിന് ഒരു ദർശനം കിട്ടി എന്ന് പറഞ്ഞ് ആ ദർശനത്തെ ഇവിടെ വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ദർശനം എങ്ങനെയാണ്? എലീമാസിന്റെ അടുക്കൽ ഒരു ദൂതൻ വന്നു. എലീമാസിനോട് ദൂതൻ സംസാരിച്ചത് പാപം ചെയ്തതുകൊണ്ടാണ് ഇയ്യോബിന് ഇത്രയും വലിയ കഷ്ടം ഉണ്ടാകാൻ ഇടവന്നത് എന്ന് പറഞ്ഞ് ഇയ്യോബിനെ അതിശക്തമായി കുറ്റപ്പെടുത്തുന്നത് കാണാൻ കഴിയും. വേദനിക്കുന്നവന്റെ അടുക്കൽ വന്ന് അവനെ വീണ്ടും വേദനിപ്പിക്കാൻ തക്കവണ്ണം ഒരു ദർശനം കൊടുക്കുന്ന ദൈവമാണ് എന്ന് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഒരിക്കലും ദൈവം ആശ്വാസപ്രദനായ ദൈവമാണ്. ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. ക്രൂരനായ ഒരു ദൈവത്തെ നമുക്ക് ബൈബിളിൽ എവിടെയും കാണാൻ കഴിയില്ല. നീതിമാനായ ഇയ്യോബിന്റെ ജീവിതം ഇത്രയും നിഷ്കളങ്കനാകണമെന്ന് പറഞ്ഞ ദൈവം എലീമാസിനൊരു ദർശനം കൊടുത്തിട്ട് ഇയ്യോബിനോട് നീ മാനസാന്തരപ്പെട്ട് നീ ചെയ്ത തെറ്റുകൊണ്ടാണ് നിനക്കിതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ ഇത് ഈ കാലഘട്ടത്തിലെ ആത്മീയ ജീവിതത്തിൽ സുവിശേഷകർ ആത്മീയ ശുശ്രൂഷ ചെയ്തുകൊണ്ട് അതിശക്തമായി കടന്നു പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ചില വിഷമതകളോ പൗലോസിന്റെ ജീവിതത്തിൽ കിട്ടിയ ചില ശൂലമോ ഒക്കെ കടന്നു വരുമ്പോൾ അത് അവന്റെ പാപം മൂലമാണ് കിട്ടിയതെന്ന് പറഞ്ഞ് നീ വലിയ രോഗശാന്തിയും വലിയ ഭൂതങ്ങളെ പുറത്താക്കുവാനും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ട് ഇപ്പൊ നിന്റെ ജീവിതത്തിൽ എന്തേ എന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തുന്ന അനേകം മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ അത് വിശ്വാസ ജീവിതത്തെ ഉറപ്പിച്ചു കൊണ്ടുപോകാൻ തക്കവണ്ണം വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിന്റെ വിശ്വാസം ദൈവത്തിന് പ്രസാദകരമാണോ എന്ന് ചിലപ്പോൾ ശോധന ചെയ്യപ്പെടും. അബ്രഹാമിനെ നമുക്ക് കാണാൻ കഴിയും. അബ്രഹാം ദൈവത്തോട് ഭയങ്കര കൂട്ടായ്മയിലായിരിക്കുമ്പോഴാണ് 25 വർഷക്കാലം പ്രാർത്ഥിച്ച് ആറ്റുനോറ്റ്
ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തിട്ട് ആ കുഞ്ഞിനെ എനിക്ക് യാഗം കഴിക്കാൻ നീ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ മടിയില്ലാതെ പോയൊരു അബ്രഹാമിനെ കാണാൻ കഴിഞ്ഞെങ്കിൽ അത് അബ്രഹാമിന്റെ പാപം മൂലമാണോ ദൈവം അവനോട് അങ്ങനെ ചോദിച്ചല്ല. അവന്റെ ജീവിതം, അവന്റെ വിശുദ്ധി, അവന്റെ വിശ്വാസം, അവന് ദൈവമായിട്ടുള്ള ബന്ധമാണ്. ഇവിടെ നമുക്കറിയാം, ആത്മീയ ജീവിതത്തിൽ കുറ്റപ്പെടുത്തുന്ന ഒരു സമൂഹമുണ്ട്, കുറ്റപ്പെടുത്തുന്ന കൂട്ടുകാരുണ്ട്, കുറ്റപ്പെടുത്തുന്ന ശുശ്രൂഷകരുണ്ട്, കുറ്റപ്പെടുത്തുന്ന വിശ്വാസികളുണ്ട്, കുറ്റപ്പെടുത്തുന്ന കുടുംബത്തിലെ കുടുംബാംഗങ്ങളുണ്ട്, കുറ്റപ്പെടുത്തുന്ന അനേകം മനുഷ്യരുടെ മുമ്പിൽ സകല കുറ്റങ്ങളും യേശു കാൽവരിയിൽ ഏറ്റെടുത്തതുപോലെ വഹിക്കാൻ കഴിയുന്ന ഒരു അഭിഷേകം ഇന്ന് നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ മടിയില്ലാതെ കർത്താവെ നീ തന്നു, നീ ചെയ്തത് മാത്രം മതി, നീ തന്നതെല്ലാം നിന്റേതാണ്, നീ തന്നു, നീ എടുത്തു, നിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. യോബിന്റെ ജീവിതം അത്രയും ഉറപ്പുള്ളതായി തീർന്നെങ്കിൽ നമുക്കും കർത്താവിൽ വിശ്വസ്തയോടെ എലീമാസിനെ പോലെയുള്ള ദർശന പൈശാചികമായി നമ്മളെ വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള വാക്കുകളുമായി കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ കൃപയും മുന്നേറാനുള്ള ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തണം, അവിടുത്തെ കൃപയാൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ.